ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നത് നല്ല ഉഴുന്നുവടൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഉണ്ടാക്കി നോക്കാനും മറക്കില്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ഉഴുന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് അല്ലാത്ത മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിനിപ്പോൾ പ്രത്യേക ഉഴുന്നിൻ്റെ കണക്കൊന്നും നോക്കാനില്ല. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഉഴുന്ന് എടുക്കാം ക്വാണ്ടിറ്റി. എന്നിട്ട് ഇത് നല്ലോണം കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. മാക്സിമം ഒരു 3-4 മണിക്കൂർ കുതിർന്നാൽ അത്രയും നല്ലത്. എന്തായാലും കുറഞ്ഞതൊരു 3-3.5 മണിക്കൂറെങ്കിലും ഇത് കുതിർന്നിട്ടാൽ നമുക്ക് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കാൻ കഴിയും. ഞാനിപ്പോൾ ഇത് 4 മണിക്കൂറിന് ശേഷമാണ് ഈ ഉഴുന്നെടുത്തിരിക്കുന്നത്. ഉഴുന്നിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ലോണം ഒന്ന് വെള്ളം പോയിപ്പിച്ചിട്ടൊന്ന് എടുക്കാം. ഇത് അരക്കുമ്പോൾ മിക്സി ഒന്നും ചൂടാത്ത രീതിക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അങ്ങനെ അരക്കാം. ഗ്രൈൻഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല രീതിക്ക് തന്നെ നമ്മളെ ഉഴുന്നുവടൻ്റെ മാവ് തയ്യാറാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്ന് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരക്കാൻ പോകുന്നത് ഇതേപോലെ ഐസ് ക്യൂബ് വെച്ചിട്ടോ. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ നമ്മളെ മിക്സി ഒന്നും ഒട്ടും ചൂടാവില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഗ്രൈൻഡറിലെല്ലാം അരക്കുന്ന പോലെ തന്നെ നല്ല സ്മൂത്തായി തിക്കായിട്ട് തന്നെ നമ്മളെ ഉഴുന്ന് അരച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. അങ്ങനെ നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ചെറിയ ചെറിയ തരിതരിപ്പായിട്ട് ഉഴുന്നുണ്ടെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല മയത്തിൽ അരയണമെന്നൊന്നുമില്ല. പക്ഷെ നല്ല രീതിക്ക് തന്നെ ഒന്ന് അരഞ്ഞിട്ട് ചെറിയ ചെറിയ തരി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതാ നല്ല വൃത്തി കട്ടിക്കന്നെ ഒന്ന് അരച്ചെടുത്ത്. മാക്സിമം നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത്രയും വെള്ളം കുറക്കാൻ നോക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം എന്തായാലും വേണ്ടി വരും അരക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് അരച്ചു കൊടുത്തിട്ട് കട്ടിക്കന്നെ ഒന്ന് അരച്ചെടുക്കാം. മിക്സി ഒന്ന് ചൂടാവുന്നെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ചൂട് കുറഞ്ഞതിനാൽ അങ്ങനെ അരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ എല്ലാ മാവും ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് അരച്ചെടുത്തിന്. ഇതിൽ വെള്ളം ഒരുപാട് ആഡ് ചെയ്യരുത് കേട്ടോ. വെള്ളം അത്രയും കുറക്കുന്നു അത്രയും നമ്മളെ മാവ് തിക്കായി ചുട്ടും. ഇപ്പോൾ ഈ ഒരു ലൂസിൽ കിട്ടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാനും ഫ്രൈ ആക്കിച്ചെടുക്കാനൊക്കെ കഴിയും. അപ്പോൾ ഇതാ ഞാൻ കയ്യിലിങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ഇപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കണം. കൈ കൊണ്ട് മിക്സ് ആക്കുമ്പോൾ നമ്മൾ ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ട് ഒന്ന് പൊങ്ങി വരാനെല്ലാം സഹായിക്കും കേട്ടോ. അപ്പോൾ കൈയോട് മിക്സ് ആക്കുന്നത് അത്രയും നല്ലതാണ്. കൈയോട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരിപ്പൊടി ഇല്ലെങ്കിൽ പച്ചരിപ്പൊടി ആയാലും എടുത്താൽ മതി, അല്ലെങ്കിൽ പുട്ടുപൊടി. അരിപ്പൊടി ചേർത്താൽ നല്ല പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ പുറംഭാഗം കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി അല്ലെങ്കിൽ പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മതി. അതിൽ കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഉഴുന്ന് ഞാൻ പറഞ്ഞ അളവിലും കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നെങ്കിൽ അത്രയും കുറവ് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു ലൂസിലാണ് എൻ്റെ മാവ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് അടച്ച് വെക്കാം. നിങ്ങൾ 1 മണിക്കൂർ അടച്ച് വെക്കുന്നില്ലെങ്കിൽ ഇതിലേക്ക് അപ്പടനെ ചുട്ടെടുക്കണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് അപ്പക്കാരം ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 1 മണിക്കൂറൊന്ന് അടച്ച് വെച്ച് 1 മണിക്കൂറിന് ശേഷമുള്ള മാവാട്ടെ ഇത് ഉള്ളിലേക്ക് നല്ല എയർ ബബിൾസെല്ലാം വന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങി കിട്ടീനേട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അപ്പടനെ ചുടുന്നെങ്കിൽ അരച്ചവട നിങ്ങൾ കൈയോട് മിക്സ് ആക്കുമ്പോൾ അപ്പക്കാരം അതിലേക്ക് 1/2 ടീസ്പൂണ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അപ്പക്കാരം ചേർത്ത ചെറിയ രീതിക്കൊന്ന് ഓയിൽ കുടിക്കും. ഇതിൽ ഒട്ടും ഓയിൽ കുടിക്കൂല കേട്ടോ. ഇനി ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് വെജീസ് ഇടാൻ. അതിലേക്ക് ചെറിയൊരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിന്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മുഴുവൻ കുരുമുളകൊന്ന് ചതച്ചതാ. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക. അല്ലാണ്ട് മുഴുവൻ കുരുമുളക് ഒന്ന് ചതച്ചിട്ടിട്ട് എടുക്കുമ്പോൾ നല്ല കേട്ടോ. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഞാൻ ഇപ്പോൾ ചുവന്ന മുളക് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ആ മാവിലേക്ക് നമ്മൾ ഉഴുന്ന മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് വരാം. കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണോടോ
അങ്ങനെ നമുക്ക് മിക്സാക്കിയിട്ട് ഒന്നെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് അത്രയും മതി കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ സ്പെഷ്യലായിട്ടൊരു സംഭവം ചേർക്കുന്നുണ്ട്, നമ്മൾ സാമ്പാർ പൊടി ഒരു 1/2 ടീസ്പൂണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ സാമ്പാർ പൊടി ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഒന്നുമില്ല, ഇനി നമുക്കിത് ഡയറക്റ്റ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതിന് മുമ്പ് നമുക്കെങ്ങനെ ഇടാൻ നോക്കാം. ആദ്യം ഒരു ബൗളിൽ എല്ലാവരും നോർമലി ചെയ്യുന്ന തന്നെ ആദ്യം വെള്ളത്തിലൊന്ന് കൈ ഡിപ്പ് ചെയ്ത ശേഷം മാവ് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിരൽ ഒന്നും കൂടി വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നടുക്കൊന്ന് ഹോൾസ് ആക്കിയിട്ട് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇല്ലെങ്കിൽ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടാൻ പേടിയുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധാ കറിൻ്റെ സ്പൂണില്ലേ, വട്ടുള്ള സ്പൂണ് ഇതേപോലത്തെ, അല്ലെങ്കിൽ ചോറ് കോരുന്ന സ്പൂണ്, ഇതിലേതെങ്കിലും ഇങ്ങനത്തെ ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് വട്ടുള്ള സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം തടവി കൊടുത്തിട്ട് ഇതേപോലെ ബോളാക്കിയിട്ട് ഒന്ന് ഉഴുന്നുവടൻ്റെ ഷേപ്പ് നടുക്കൊന്ന് ഹോൾസ് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു മെത്തേഡാക്കിയിട്ട് ഞാനങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ ഇതേപോലെ ഒന്ന് പതിയെ ഒന്ന് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഫസ്റ്റ് കാണിച്ച മെത്തേഡ് പോലെ വെള്ളത്തിലൊന്ന് കൈ ഡിപ്പ് ചെയ്തിട്ട് മാവൊന്ന് കയ്യിൽ ബോളാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാൻ കഴിയും. ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പേടിയാണെങ്കിലാണ് ഞാൻ പറഞ്ഞ പോലെ അതേപോലത്തെ സ്പൂണോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ. കാരണം പുറം ഭാഗം ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉൾഭാഗം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് അപ്പുറം തിരിച്ചിട്ട് സാധാ ഒരു ഗോൾഡ് ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. കേട്ടില്ല നിങ്ങളെ സൗണ്ട്? അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാട്ടോ നമുക്ക് കിട്ടിയത്. നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലേ, അതുകൊണ്ട് നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടാട്ടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇടുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് ഉൾഭാഗം ഒന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഓയിൽ നല്ല ചൂടുണ്ടെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതേപോലെ നമുക്ക് സ്പൂണിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടും നമുക്ക് ഉഴുന്നുവട നല്ല ഷേപ്പാക്കിയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഉഴുന്നുവട ഒന്ന് കോരി മാറ്റാം. ഉഴുന്നുവടേൻ്റെ വെറുതെ കഴിക്കുന്നതിനേക്കാളും ഉഴുന്നുവടയ്ക്ക് സൈഡിൽ ഒരു ചട്നി ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കൂലേ. അപ്പോൾ എല്ലാവർക്കും ചട്നി ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരണ്ടിയിട്ട് എടുത്തിന്, പിന്നെ ഒരു കുറച്ച് ഉള്ളിയും മല്ലിയിലയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ വെളുത്തുള്ളി 3 അല്ലിയും പിന്നെ ആവശ്യത്തിന് എരിവിനാവശ്യത്തിന് പച്ചമുളകും കൂടി എടുത്തിന്. ഇനി ഇത് നമ്മളെ മിക്സിയുടെ ജാറിൽ ഇട്ടെടുത്തിന്. ഇനി നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് തൈര് ഇട്ടുകൊടുക്കുക. തൈര് ഇല്ലെങ്കിൽ ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് ആവശ്യത്തിന് അരക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ലൂസിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു ലൂസിൽ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ ചട്നി ഒന്ന് കാച്ചെടുക്കുക. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ച ചട്നി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ചട്നി ഒഴിച്ചു കൊടുത്ത അവിടെ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് തിളപ്പിക്കൊന്നും വേണ്ട, അപ്പടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ ചട്നി സൂപ്പറായിട്ട് റെഡി ആയില്ലേ. നിങ്ങൾക്ക് നല്ല ലൂസായിട്ടുള്ള ചട്നി വേണമെങ്കിലും കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് അരച്ചിട്ട് എടുത്തിട്ട് വന്നാൽ മതി കേട്ടോ. നോക്കിയേ, നമ്മൾ ഉഴുന്നുവട ഫ്രൈ ചെയ്തിട്ട് കുറച്ച് ടൈമായി കേട്ടോ. എന്നിട്ട് നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇല്ലേ. അപ്പോൾ നിങ്ങളെ സൗണ്ട് കേട്ടില്ലേ, സോഫ്റ്റ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കേട്ടോ. പുറത്ത് നല്ല ലെയർ പോലെയെല്ലാം വന്നിട്ട് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉഴുന്നുവട ട്രൈ ആക്കിയിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ
ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ആക്കി നോക്ക്, ഉറപ്പായിട്ടും സക്സസ് ആവും. അപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിൽ നല്ല കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചട്നിയും കൂടിയിട്ട് ഡിപ്പാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിലും അടിപൊളിയാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.